ഒന്നാമതേ കുടിവെള്ളമില്ലാത്തൊരു ഏരിയയാണ്. ആ ഒരു ഏരിയയിലേക്ക് ഒരു പടക്ക നിർമ്മാണശാലയും കൂടെ വന്നാലുള്ളൊരു ബുദ്ധിമുട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മാത്രമല്ല ഈ സമീപത്തായിട്ട് ഒരു 25-30 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ സാധാരണക്കാരായ കുറച്ച് പേര് ആണ് ഇവിടെ ഈ സ്ഥലത്തിന്റെ ചുറ്റുവട്ടത്തായിട്ട് താമസിക്കുന്നത്. തൊഴിലുറപ്പിന് പോയിട്ടും അങ്ങനെയൊക്കെ ഞങ്ങളെ ഉപജീവന മാർഗം. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആരോടാ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ ഇന്നലെ വാർഡ് മെമ്പറായ മധുമാഷ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഷ് ഇപ്പോൾ നൊച്ചാട് പഞ്ചായത്തിലെ 11-ാം വാർഡിലാണുള്ളത്. ഇവിടെ ഒരു പടക്ക നിർമ്മാണശാല വരുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെ ഭീതിയിലാണുള്ളത്. 2 ഏക്കറോളം സ്ഥലമാണ് ഇതിനു വേണ്ടി ഇവർ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഇങ്ങനെയൊരു പടക്ക നിർമ്മാണശാല വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇവിടെ നേരത്തെ ഈ ഷെഡ്, നിങ്ങൾ ഈ കാണുന്ന ഷെഡ് പശു വളർത്ത് കേന്ദ്രമായിരുന്നു. പക്ഷേ അതൊക്കെ ഇവിടെ ഇപ്പം നിലച്ചിരിക്കുകയാണ്. അവിടെയാണ് ഇതിൻ്റെ പടക്ക നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ മറ്റ് ഇത് വിപുലീകരിച്ച് മറ്റ് ഷെഡുകളും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിരവധി ആളുകളൊക്കെ ഇവിടെയുണ്ട്. അവരോടൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും നമുക്ക് അവരോട് ചോദിക്കാം. വലിയ പ്രശ്നമാണ്. ഈ സ്ഥലത്തൊന്നും വെള്ളം കിട്ടൂല തീരെ. ഇവിടത്തേക്ക് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഈ ഭാഗത്തൂടെ ഇങ്ങനെ വലിയ 1.5 കിലോമീറ്റർ ദൂരത്തു നിന്നൊക്കെ ഞങ്ങൾ പൈപ്പ് ഇട്ടിട്ട് വെള്ളം വലിച്ചിട്ടാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. മുന്നോട്ടുള്ള ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാൽ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഇവരെ അനുവദിക്കുകയില്ല. പിന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് എതിരെ സമ്മതം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അവർ മെമ്പർമാരൊക്കെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ അതിനെതിരായി ശക്തമായി നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഏകദേശം എത്ര കുടുംബങ്ങളാണ് ഈ പരിസരം? ഞങ്ങളിവിടെ ഒരു 10-25ഓളം കുടുംബങ്ങൾ ഇതിന്റെ ചുറ്റും തന്നെ ഉണ്ട്. അത് കൂടാണ്ട് ഇതിന്റെ പുറത്ത് ഭാഗത്തായിട്ടും ആൾക്കാരുണ്ട്. പിന്നെ നന്നായി കൃഷി ചെയ്യുന്ന ഏരിയകളാണ് ഭാഗത്തൊക്കെ കൂടുതൽ. വയല ഏരിയ താഴോട്ട് മേലെ ഭാഗത്തൊക്കെ പല കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏരിയ. അപ്പോൾ എല്ലാവർക്കും സാധാരണക്കാരനായ ആളുകളാണ്, ആരും വലിയ അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല. എല്ലാവർക്കും തന്നെ ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇതവിടെ സ്ത്രീകളോടൊക്കെ ചോദിച്ചാൽ അവർക്കറിയാം, നിങ്ങൾക്കറിയാം അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ. നേരത്തെ ഇതിൻ്റെ ഉടമയോട് ഞാൻ അന്വേഷിച്ചു. ഇതിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സജീവ ഒരു കോൺഗ്രസ് പ്രവർത്തകനായ ബഷീറാണ്. അയാളോട് ഞാൻ കൃത്യമായി ചോദിച്ചതാണ്. അന്നേരം അയാൾ എന്നോട് പറഞ്ഞു എൻ്റെ സ്ഥലത്ത് അങ്ങനെയൊന്നും വരുന്നില്ല എന്ന്. പക്ഷെ അയാളുടെ സ്ഥലമാണിത്. കൃത്യമായ അയാളുടെ സ്ഥലത്താണ് ഈ പണി. നിങ്ങൾ കണ്ടറിയാം, കാടെല്ലാം വെട്ടി കല്ലെല്ലാം ഇറക്കി വെച്ചത്. അപ്പോൾ അയാൾ അങ്ങനെ ഒരു സാധനം എന്നെ വരുന്നില്ല, ഞാൻ അറിയില്ലെന്നാണ് അയാൾ പറഞ്ഞത്. നേരെ അപ്പുറത്തുള്ളത് എരവട്ടൂർ സ്വദേശിയായ റാഫി എന്ന് പറഞ്ഞ ഒരാൾ കൈകാര്യം ചെയ്യുന്ന അയാൾ ഉമ്മാൻ്റെ സ്വത്താണ് പോലെ നേരെ അപ്പുറത്തുള്ളത്. അപ്പോൾ അവരും കൂടിയിട്ട് 2 കൂടി സ്ഥലത്തു നിന്നാണ് ഇതിന് 2.5 ഏക്കർ സ്ഥലം കൊടുക്കുന്നത്. അത് ഈ രാജ എന്ന് പറഞ്ഞ ആളോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അയാൾ പറഞ്ഞ് 2.5 ഏക്കർ സ്ഥലം 2 കൂടി എടുക്കുകയാണ്. കാരണം അയാളുടെ ഇരുത്തുനിന്ന് തർക്കം ഉണ്ടാകാതിരിക്കാൻ. കാരണം ഇത് കുറേ സ്ഥലമുണ്ട്. അപ്പോൾ തർക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ 2 എടുക്കുകയാണ്. പിന്നെ 50,000 ഉറുപ്പിക മാസ വാടക കൊടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, 50,000 ഉറുപ്പിക മാസ വാടക കൊടുത്തിട്ട് ചെയ്യുന്നൊരു വലിയ ഒരു സ്ഥാപനമല്ലേ, എന്തായാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇത് നടക്കില്ല എന്ന് ഞാൻ അയാളോട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്കോ അല്ലെ പരിസരവാസികൾക്കോ ഒരു പ്രദേശത്തിനോ യാതൊരു ഗുണവും ഉണ്ടാവാത്ത ഒരു പദ്ധതിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്? അതെ, ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ബോധ്യം. ഈ പ്രദേശത്ത് ആരും ഇത്തരം ഒരു ഇതിനോട് താല്പര്യപ്പെടാത്ത ആൾക്കാരാണ്. പിന്നെ ജോലി എന്ന് പറയുന്നത് മറ്റു ജോലിക്കെല്ലാം പോകുന്ന ആളുകൾ തന്നെയാണ്. ഈ ജോലിക്കൊന്നും ഇവിടെ ആർക്കും താല്പര്യമൊന്നുമില്ല. ഇവിടെ ആളുകൾ ഭയപ്പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഏത് സമയത്തും എന്ത് സംഭവിക്കുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ ആളുകൾ ഇതിനെ ഭയത്തോടെ കൊണ്ട് കാണുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ മറ്റു സ്ഥലത്തും സ്ഥാപിച്ചിട്ട് അവിടെയൊക്കെ വലിയ സ്ഫോടനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇതിനെ നേരത്തെ തന്നെ പ്രതികരിക്കാൻ തയ്യാറായത്. അതെ, ഞങ്ങൾ ഇതിപ്പോൾ പത്രത്തിലെല്ലാം നമ്മൾ കാണുന്നതാണ്. പൊട്ടിത്തെറിയുണ്ടായി, അവിടെ പൊട്ടിത്തെറിയുണ്ടായി, ഇവിടെ പൊട്ടിത്തെറിയുണ്ടായി, ആളുകൾ ഇത്ര മരിക്കുന്നു എന്നൊക്കെ ഞങ്ങളിങ്ങനെ പത്രത്തിൽ കൂടിയെല്ലാം അറിയുകയും പിന്നെ തൊട്ടടുത്ത് തന്നെ കോഴിക്കോട് ഉണ്ടായ അനുഭവം, ഇതൊക്കെ അനുഭവമുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളൊക്കെ ഇവിടുത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ആളുകളാണ്. ആ സമയത്താണ് ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി തന്നെ എല്ലാവരും തയ്യാറായത്. തീർച്ചയായിട്ടും നമുക്ക് സ്ത്രീകൾ ഇവിടെ, അമ്മമാർ, അതുപോലെ തന്നെ കുടുംബങ്ങൾ, മറ്റു ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവരോടൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത് ഇവിടെ ചുറ്റുപാടുള്ള ആളുകളും അതുപോലത്തെ സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെയാണ്. അവരൊക്കെ വളരെ ഭീതിയോടെയാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നാണ്
അവർ പറയുന്നത് എനിക്ക് തോന്നുന്നു. എന്തായാലും അവരോടൊക്കെ നമുക്ക് ചോദിക്കാം. എന്താണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതെ, ഇപ്പം നമ്മുടെ സമീപവാസികളാണ്. അപ്പം നമുക്കിവിടെ ഒന്നാമതേ കുടിവെള്ളമില്ലാത്തൊരു ഏരിയയാണ്. ആ ഒരു ഏരിയയിലേക്ക് ഒരു പടക്ക നിർമ്മാണശാലയും കൂടെ വന്നാലുള്ള ഒരു ബുദ്ധിമുട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മാത്രമല്ല ഈ സമീപത്തായിട്ട് ഒരു 25-30 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ചെറുകിട വ്യവസായം തുടങ്ങുന്നതെന്ന് പറയുമെങ്കിൽ പോലും അവർ തുടങ്ങി ഒരു വലിയ വ്യവസായത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. നമുക്കറിയില്ല. അത് നമ്മൾ പല അധികൃതരോട് സംസാരിച്ച സമയത്ത് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പേപ്പറുകളോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയ മറുപടി. പക്ഷെ അതിൽ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് വിശദമായിട്ട് അറിയില്ല. ഇതിനെതിരെ നമ്മൾ എന്തെങ്കിലും ഇത് തുടർന്നായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായി എതിർക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിലൊരു വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. രാഷ്ട്രീയ ഭേദമല്ല അല്ലെങ്കിൽ മത ജാതി ഭേദമന്യേ നമ്മൾ ഇതിനോട് എതിർക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. കാരണം ഇതൊരു പല വേറെ തരത്തിലുള്ള വ്യവസായങ്ങൾ വന്നിട്ട് പോലും അവർ സ്ഥലം വിട്ടു കൊടുത്തിട്ടില്ല. ഇതിപ്പോ ഒരു നമ്മുടെ ജനങ്ങൾക്ക് മൊത്തം ഭീതിയിലാവുന്ന അല്ലെങ്കിൽ ഭീഷണിയാവുന്ന തരത്തിലുള്ള വ്യവസായത്തിന് ഇവർ സ്ഥലം കൊടുക്കുമ്പോൾ അവർ സമീപവാസികളെ കൂടി പരിഗണിക്കേണ്ടതായിരുന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ. എന്താ ചേച്ചി പറയാനുള്ളത്? ചേച്ചിക്കും അറിയാനുള്ള ഇവർ പറഞ്ഞ പോലെ തന്നെ ശക്തമായി എതിർക്കും. ഒരു കാരണവശാലും ഈ ഒരു പടക്ക നിർമ്മാണശാല ഇവിടെ അനുവദിക്കില്ല എന്ന് തന്നെ അല്ലേ? ഓക്കെ, എന്താ പറയാനുള്ളത്? എതിർക്കുന്നത് തന്നെ ചിലപ്പോൾ പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് സാധാരണക്കാരെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പ്രദേശത്തുള്ള എല്ലാവരും തന്നെ. എന്താ പറയുന്നത്? ഞങ്ങൾ സാധാരണക്കാരായ കുറച്ച് പേര് ആണ് ഇവിടെ ഈ സ്ഥലത്തിന്റെ ചുറ്റുവട്ടത്തായിട്ട് താമസിക്കുന്നത്. തൊഴിലുറപ്പിന് പോയിട്ടും അങ്ങനെയൊക്കെ ഞങ്ങളെ ഉപജീവന മാർഗം. അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ ആരോടാ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ ഇന്നലെ വാർഡ് മെമ്പറായ മധുമാഷ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞത് മാഷിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ തുടങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ പടക്ക ശാല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഹോസ്പിറ്റൽ പോലും ഇല്ല. അടുത്തുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്ന MMC ആണ്. അവിടെ ഞങ്ങൾക്ക് അത്ര സേഫ് ആയിട്ട് തോന്നുന്ന ഒരു ഹോസ്പിറ്റലും അല്ല അത്. മെഡിക്കൽ കോളേജൊക്കെ ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ്. ഒരടുത്തൊരു ഹോസ്പിറ്റൽ സൗകര്യം പോലും ഇല്ല. പിന്നെ നല്ലൊരു റോഡില്ല. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണുന്നതാണ്. നല്ലൊരു റോഡില്ല. ഒരു ഫയർഫോഴ്സിന് വരണമെങ്കിൽ അങ്ങനെ ഒരു റോഡ് സൗകര്യം ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായത്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളത് ശക്തമായി എതിർക്കും. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. പ്രത്യേകിച്ച് ഇതുപോലത്തെ സ്ഥാപനം നാടിന് ആവശ്യമുണ്ടോ? ഇത് നാടിന് പടക്കമൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്ന വിഷുവിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്തല്ല അത് വരേണ്ടത്. അതിന് ജനവാസം കുറവുള്ള സ്ഥലം കണ്ടെത്തി അതിന് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാണ്ട് ഇത്രയും ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എവിടേക്ക് പോകും? ഞങ്ങൾ വളരെ സാധാരണക്കാരാണ്. പല വീടുകളിലും വണ്ടികൾ പോലും ഇല്ല. ഒരു ബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഞങ്ങൾക്ക് ആരോടാ പറയാനുള്ളത്? അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഇവിടെ വരാൻ ഞങ്ങൾ എന്തായാലും സമ്മതിക്കൂല. ശക്തമായി എതിർക്കും. ഒറ്റൊരു ആസ്പത്രി ഇവിടെ വന്നിട്ട് ഇവിടെ ആരും കൊടുത്തില്ല. ഗവൺമെന്റ് ആസ്പത്രി ഇവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തില്ല. കോളേജിൽ വന്ന് ഒപ്പിട്ട് കൊടുത്തില്ല. ഇത് അറിയാണ്ടുള്ള പണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരിടും. ഇതിന്റെ തൊട്ടമേലാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റൽ അതുപോലത്തെ ക്ലിനിക്കൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഒരു സാധ്യത ആ സാധ്യത പോലും ഇല്ലാതാവും ഇങ്ങനെ അല്ലേ? കൊടുത്തില്ല. പരമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ലാഭം പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇവർക്ക് ഇവിടെ കോഴി ഫാം നടത്താം. അല്ലാണ്ട് മറ്റ് പല ഇതുണ്ടല്ലോ ഹോസ്പിറ്റലിന് അതിനെല്ലാം അതിനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഇവർ ഈ തെങ്ങല്ലൊന്ന് നോക്കി ഞങ്ങള് കർഷകര് ഒരുപാട് കാലം ഇവിടെ കൃഷി ചെയ്ത് നന്നായിട്ട് തേങ്ങ വളഞ്ഞ സ്ഥലമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇവർക്ക് പണിക്കാർക്ക് കൂലി കൊടുക്കാൻ കഴിയില്ല. ഇവര് ഒരു മുതലാളിത്ത മനോഭാവം മാത്രം. അതിനെ നമുക്ക് അംഗീകരിക്കാനാകില്ലല്ലോ. ഈ തെങ്ങുമ്മല് ഇപ്പൊ ഇവിടുത്തെ തെങ്ങിന്റെ മണ്ടി നോക്ക്. ഇവിടെ ഒരു തെങ്ങുമ്മല് അത്രയും തേങ്ങ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം പണിയെടുപ്പിക്കുകയില്ല, പിന്നെ കിളക്കിയല്ല. മുമ്പ് അങ്ങനെയല്ല. ഒരു ദിവസം ഇവിടെ പണിക്കാറുണ്ട്. ഇപ്പോ എന്തായാലും നിങ്ങൾ ശക്തമായ സമരത്തിലേക്ക് തന്നെയാണ്. മാത്രമല്ല ഇവിടെ അവർക്ക് പിന്നെ പൈസ ഉണ്ടാക്കുന്ന ഏത് ഇതിലും നമുക്ക് എതിരല്ല. വേറെ നമുക്ക് ഉപദ്രവം ഉണ്ടാകും തീർച്ചയായിട്ടും. അതെ, അതായത് ഇവിടെ അപ്പോൾ ഇന്ന് ഇവിടെ എനിക്ക് തോന്നുന്നു 10-30 പേരുണ്ട്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിൽ തന്നെ ആയിരിക്കും ഇവർ എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ഈ വൈകുന്നേരം
മാധ്യമപ്രവർത്തകരായ ഞങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ അവരുടെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജീവനും തന്നെ അപകടത്തിലാവും എന്ന് തന്നെയാണ് ഇവർ ഒറ്റക്കെട്ടായി പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതജാതി ഭേദമന്യേ ശക്തമായ സമരത്തിലേക്ക് തന്നെ ഇവർ ഇറങ്ങും എന്ന സൂചന ഇവർ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾ അന്വേഷിച്ചോ, എന്തെങ്കിലും മെമ്പറോട് ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? അറിയില്ല എന്നാ പറയുന്നത്. ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. സ്ഥലത്തിന്റെ ഉടമ പോലും അതിനൊരു അറിഞ്ഞില്ല ഇതിൽ പറയുന്നു. പക്ഷെ സ്ഥലത്തിന്റെ ഉടമ അറിയാതെ ഒരിക്കലും ഇത്തരത്തിലേക്ക് അവർ കല്ലിറക്കി വെച്ചിട്ടുണ്ട്, മറ്റു തരത്തിലേക്കുള്ള കാര്യത്തിൽ എത്തിയിട്ടുണ്ട്. സ്ഥലത്തിന്റെ ഉടമ അറിയാണ്ട് ഒരിക്കലും അതൊന്നും ചെയ്യില്ലല്ലോ. രഹസ്യമായിട്ട് വെച്ചതായിരിക്കാണോ? രഹസ്യമായിട്ട് വെച്ചതാവാം, പ്രതിഷേധങ്ങൾ വരുന്നുള്ള ഒരു കാരണം കൊണ്ട് അവർ രഹസ്യമായിട്ട് വെച്ചതാവാം. നമുക്ക് നമ്മുടെ ഒരു സമീപവാസികൾ നിലയ്ക്ക് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ആദ്യം പറഞ്ഞു കാട് വെട്ടുന്ന ദിവസം ഞാൻ ഇവിടുന്ന് ചോദിച്ചു പറഞ്ഞ മെയ്തിരി കമ്പനി തുടങ്ങാൻ. അപ്പോൾ പിന്നെ ഞാനത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഞാൻ മെയ്തിരി കമ്പനി തുടങ്ങാൻ വേണ്ടി ഇത്രയൊന്നും ഇങ്ങനെ ഒരു വലിയ ഏക്കർ കണക്കുള്ള സ്ഥലമൊന്നും വേണ്ടല്ലോ, അതൊരു കുടിൽ വ്യവസായമായിട്ട് തുടങ്ങുന്ന പരിപാടിയല്ലേ. അപ്പോൾ അതല്ല എന്നുള്ളത് എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ ഇവരോടൊക്കെ സംഭവം പറഞ്ഞിങ്ങനെയാണെന്നുണ്ട്. അപ്പോൾ അത് വേറെ എന്തോ പദ്ധതിയാണെന്നുള്ളത്. അപ്പോൾ പുറത്തുനിന്നും പിന്നെ ചില ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ട് വേറെ എന്തോ പരിപാടിയാണെന്ന് മെയ്തിരി കമ്പനിയൊന്നും അല്ല എന്നുള്ളത്. പിന്നെ ഇവരോടൊക്കെ ചോദിച്ചു, ഇവരെ ഉടമസ്ഥന്മാരോട് ചോദിച്ചു നോക്കുമ്പോൾ ഒരാരും ഞാളെ അറിയില്ല എന്നാണ്. കൃത്യമായ മറുപടി ഒരു തരുന്നില്ല. ഒരു അറിയാതെ എന്തായാലും ഈ ഒരു സ്ഥലത്ത് ഒരു സംഭവം നടക്കില്ലല്ലോ. ഒരു എന്തെങ്കിലും കല്ലെടുത്ത് ആടെ ഇറക്കി വെക്കണമെങ്കിലും ഒരു സമ്മതമാണല്ലോ. അപ്പോൾ ആരും അതിനൊരു ശരിക്കുള്ള മറുപടി അല്ല തന്നത്. അടുത്ത നടപടി എന്തായിരിക്കും നിങ്ങളെ ഈ ശക്തമായിട്ട് ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജില്ലാധികാരികൾക്കും അതുപോലെ പഞ്ചായത്ത് അധികാരികൾക്കെല്ലാം തന്നെ നിവേദനമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. നാളെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതിന് ഞങ്ങൾ അടുത്ത് തന്നെ ഇവിടെ ഒരു സർവകക്ഷി യോഗം വിളിക്കാനൊക്കെ ധാരണയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിന്റെ ആളുകളെ കണ്ട് ഞങ്ങൾ കത്ത് കൊടുത്തിട്ട് അവരെ വിളിച്ചു ചേർത്ത് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ അഭ്യർത്ഥിക്കാനും കൂടി ആണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനം. പിന്നെ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ റോഡിന് 7 മീറ്റർ വീതി വേണമെന്നുള്ള ധാരണയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ റോഡ് 6 മീറ്റർ തികയൂല, 5.5-6 മീറ്ററാണ് റോഡ്. അപ്പൊ കാട് വെട്ടിയ പോലെ എങ്ങനെയാണെന്നാൽ വളവുള്ള സ്ഥലത്ത് കൂടുതൽ വീതി കിട്ടുന്ന സ്ഥലം നോക്കി കാട് വെട്ടിയതുപോലെ അത് നിങ്ങൾക്ക് കണ്ടറിയാം. കാട് വെട്ടിയ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഒരു കാട് വെട്ടിയില്ല. അങ്ങനെ സ്ഥലം മാത്രം നോക്കി കാട് വെട്ടിയൊക്കെ ലെവലാക്കി വെച്ചതാ. അപ്പൊ ഫയർഫോഴ്സ് NOC വാങ്ങാന്നുള്ളതാണ് ഇവരെ മുഖ്യ ലക്ഷ്യം ആദ്യത്തെ എന്നാന്ന് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലാണ് ഇപ്പം നിലവിലുള്ള അവസ്ഥ വന്നത്. എന്തായാലും ഞങ്ങൾ ഈ ഏരിയയിൽ രാഷ്ട്രീയമോ അതോ മതമോ ജാതിയോ ഒന്നും നോക്കാൻ തന്നെ ശക്തമായി ഇതിനെ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഞങ്ങൾ പിന്നെ പോയിട്ട് സമീപിക്കാനും അവരെ പിന്തുണ വാങ്ങാനും വേണ്ടിയുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് വാർഡ് മെമ്പറെ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശമൊന്നും ഇതിൽ വാർഡ് മെമ്പർ കൃത്യമായി ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഈ 11ാം വാർഡിന്റെ മെമ്പർ എന്ന് പറഞ്ഞത് നേരത്തെ ഇവിടുത്തെ UDF മെമ്പർ ആളാണ്. അയാളെ ഒന്നും അറിയില്ലെന്നാണ് ഞാൻ വിളിച്ച സമയത്ത് പറഞ്ഞത്. പിന്നെ നേരെ അടുത്തത് 13ാം വാർഡ് മെമ്പർ സനില ചെറുപറ്റ, മറ്റേത് മധുകൃഷ്ണൻ മാഷ 11ാം വാർഡ്. അപ്പൊ സനിനോട് സംസാരിച്ച സനില പറഞ്ഞ ഞാൻ മധുകൃഷ്ണൻ മാഷോട് ചോദിച്ചു. മധുകൃഷ്ണൻ മാഷ് ഒരു വിവരം അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ഓനോട് ഒരു അന്വേഷിച്ചിട്ട് ഓർക്ക് വിവരം കിട്ടിയത് പഞ്ചായത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒന്നും വന്നിട്ടില്ല. ഈ ബാക്കി തിങ്കളാഴ്ച ഞങ്ങൾ സെക്രട്ടറിയോട് നേരിട്ട് ചോദിക്കട്ടെ എന്നാണ് പ്രസിഡന്റ് ഇരുന്ന് കിട്ടിയ മറുപടി. എന്നാണ് മെമ്പർ ഞങ്ങളോട് ഇന്ന് ഈ ഭാഗത്തുള്ള വീടുകളിലൊക്കെ മെമ്പർ വന്നിട്ട് ആളുകളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിർത്തി വാർഡാണ് ഞങ്ങൾ 2 വാർഡ് തന്നെ. അത് 11ആണ്, ഇപ്പുറത്ത് വരുന്നത് 13 വാർഡ്. അങ്ങനെ 2 വാർഡാ. ഇത് ഏകദേശം ഈ ഭൂമി എത്ര ഉണ്ടാവും? ഇത് ഏകദേശം 4 ഏക്കർ മൊത്തം 4 ഏക്കർ ഉണ്ടല്ലേ. ഓല് പറയാ 5.5 ഏക്കർ ഉണ്ട് എന്ന് പറയാം. പക്ഷെ രേഖാമൂലം 4 ഏക്കർ ചെല്ലാണ്. ഏകദേശം ഈ ഒരു സംഭവത്തിന് എത്ര സ്ഥലം വേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി? ഞങ്ങൾക്ക് ഇതിന്റെ രീതി കൃത്യമായി പറഞ്ഞത് 2.5 ഏക്കറാ. ഈ പ്രോജക്റ്റ് ആയിട്ട് വന്ന ഒരു രാജനുണ്ട്, നമ്മളോട് സംസാരിച്ചത് 2.5 ഏക്കർ ഭൂമി, അത് 2 ആളെയും കൂടി സ്ഥലത്ത് ഒരാൾ എതിർക്കണ്ടല്ലോ എന്നുള്ള നിലയ്ക്ക് 2 ആളെയും കൂടി സ്ഥലത്ത് ഞങ്ങള് ആ സ്ഥലത്ത് ഇവര് ഇപ്പം കൃത്രിമമായിട്ട് ആ സ്ഥലത്തിന്റെ നികുതിയല്ല അടിക്കുന്നത്. അതൊക്കെ വേറെ പറയാം. ഈ 4.5 ഏക്കർ ഭൂമിയിൽ 2.5-യും 2.5-യും പങ്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ ഇതിന്റെ ഒരു ഉടമസ്ഥനോട് ഞാൻ ചോദിച്ച രോഗം പറഞ്ഞ എന്താണെന്നറിയാം, എന്റെ സ്ഥലത്തൂടെ റോഡേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ ചേച്ചിക്ക് എന്താ പറയാനുള്ള ഈ വിഷയം? ഇതേ അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ ഞങ്ങളിവിടെ അടുത്ത വീട്ടിൽ തന്നെ എൻ്റെ മുന്നത്തെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ്. ഇതേ അഭിപ്രായം. എന്ത് വന്നാലും ഞങ്ങൾ അതിന് ശക്തമായി നേരിടും. ഓക്കെ. എന്തായാലും പശു വളർത്ത് കേന്ദ്രമായിട്ടാണ് ആദ്യം ഇവിടെ തുടങ്ങിയത്. അതിന്റെ ഉദ്ദേശം ശരിക്കും പശു വളർത്ത് കേന്ദ്രം ആയിരിക്കില്ല എന്നാണ്. നടത്തി പോകുന്ന നിങ്ങളാണ്. അപ്പൊ അത് തുടർന്ന് നിങ്ങൾ തന്നില്ല? താല്പര്യം ഇവർക്ക് ഇവിടെ നാളെ കോഴി ഫാം നടത്തുന്നതിന് നഷ്ടങ്ങൾ വന്നുകൊണ്ട് പിന്നെ അവർ അങ്ങനെ ഒഴിവാക്കിയാണ്. അപ്പൊ വേറെന്ത് വന്നാൽ ആസ്പത്രിയോ കോളേജ് എന്ത് ഇവിടെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടും പിന്നെ മറ്റ് പിന്നെ ഈ കൃഷിഭവൻ ഇങ്ങനെ കൊണ്ട് ഒരുപാട് സംഭവത്തിന് വേണ്ടി ഇവരോട് ഇവരാടും സ്ഥലം കൊടുത്തില്ല. 3 ഏക്കർ കണക്കിന് സ്ഥലം വില പേരിലൊക്കെ ഉള്ളത് ആരും കൊടുത്തില്ല. വിലെന്ന് വെച്ചാൽ സാധാരണക്കാരൻ ഇവിടെ ഇട്ട് ഇതാക്കണമെന്നുള്ളൊരു ഇത് മാത്രമേ വരത്തുള്ളൂ. വേറെ അങ്ങനത്തെ നല്ല ഈ ശരിക്കും ഈ ഭൂമി വേണമെങ്കിൽ സർക്കാരിന് അക്വയർ ചെയ്തുകൊണ്ട് ഇവർക്ക് ഇവിടെ ഒരു നല്ല തൊഴിൽ സംരംഭം, കാരണം ഈ പ്രദേശത്ത് ഒരു തൊഴിൽ സംരംഭം വരുമ്പോൾ അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവരും ചെയ്യും. ആ രീതിയിൽ സർക്കാർ ഏറ്റെടുത്തിട്ട് നല്ലൊരു തൊഴിൽ സംരംഭം ജനങ്ങൾക്ക് ഉപകാരമുള്ള, അതായത് ഉപദ്രവമില്ലാത്ത, മനുഷ്യജീവനുകളൊന്നും പ്രശ്നങ്ങളില്ലാത്ത ഒരു തൊഴിൽശാല വരുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമാണ്. അതിന് വേണ്ടിയിട്ട് MLA MP എല്ലാം തന്നെ, MLA ആയാലും MP ആയാലും അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരെല്ലാം ഇടപെട്ടിട്ട് അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു താല്പര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ ആശങ്കയാണ് ഇവർ പങ്കുവച്ചത്. കാരണം ഇതുപോലുള്ള പടക്ക നിർമ്മാണശാല വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് ജീവിക്കാനും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും ശക്തമായ സമരമായി അവർ മുന്നോട്ട് പോകും. ഇവിടെ ഇത് ആരംഭിക്കാൻ മുതിർന്നാൽ അവർ മറ്റൊരു നിർദ്ദേശം വെച്ചതെന്ന് വെച്ചാൽ ഈ 2.5-4 ഏക്കറുള്ള സ്ഥലം പഞ്ചായത്തോ അല്ലെങ്കിൽ കേരള സർക്കാരോ ഏറ്റെടുത്ത് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിവിധ തരത്തിലുള്ള തൊഴിൽ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇത് എന്നാണ് ഇവരുള്ള അഭിപ്രായം. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇവർക്കുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളെ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിലുണ്ടാവും എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഇതുപോലുള്ള ഒരു ഫാക്ടറി വരികയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നത് തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്.